ചെറുകുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 1.50 കോടി രൂപയാണ് അനുവദിച്ചത്. പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗാലറി, ഫെൻസിംഗ്, ഡ്രെയിനേജ് സംവിധാനം, ശുചിമുറി എന്നീ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള 400ഓളം സ്റ്റേഡിയങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അത് റെക്കോർഡാണ്. ഇത്രയും സമയത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാലയങ്ങൾ നിർമ്മിക്കാൻ 5000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചെലവഴിച്ചത്. പക്ഷേ കായിക മേഖലയ്ക്ക് 3500 കോടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ മേഖലയെ ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ളത് അതിലൂടെ എനിക്ക് ബോധ്യമായി. ഇത്രയും പണം നമ്മൾ ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. ഇത് കഴിയുന്നത്ര സ്കൂളുകൾ കേന്ദ്രീകരിച്ചു നമ്മൾ ഗ്രൗണ്ടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ കേരളത്തിൽ 200 കോടി രൂപയോളം ചെലവിലുള്ള സ്കൂൾ ഗ്രൗണ്ടുകൾ മാത്രം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. സ്കൂളുകൾ മാത്രം. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളെ കൂടുതൽ കായിക രംഗത്തേക്ക് ആകർഷിക്കുക, അവർക്ക് ആധുനികമായിട്ടുള്ള പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ചടങ്ങിൽ എം വിജുൻ MLA അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി മുഖ്യാതിഥിയായി. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രതി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ, ജില്ലാ പഞ്ചായത്ത് അംഗം PP ദിവ്യ, ചെറുകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് K നിഷ, കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.